തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാൻ പറ്റില്ല. ജെൻഡറിനെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്ത് ഉരുത്തിരിഞ്ഞ കുറച്ച് സംശയങ്ങളോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് സാറിലേക്ക് വരികയാണ്. എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആകുലപ്പെടുത്തിയിട്ടുള്ള അർത്ഥം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രേസ് എന്ന് വേണേൽ പറയാം, ബ്രേക്കിംഗ് ദ ബൈനറി. ഓക്കെ, ബ്രേക്കിംഗ് ദ ബൈനറി എന്ന് പറയുന്നത് ശരിക്കും ജെൻഡർ ഐഡിയോളജിയുടെ ഒരു ഫൗണ്ടേഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം. കാരണം ബൈനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്, ഐദർ മെയിൽ ഓർ ഫീമെയിൽ. നമ്മൾ സെക്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ജെൻഡറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും എല്ലാം അതാണ് നമ്മൾ സംസാരിച്ചത്. സഭയുടെ ആധികാരികമായിട്ടുള്ള വീക്ഷണം അതാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുക, അത് ലിറ്ററലി ഇതിനെ തകർക്കുക, അതാണ് ഈ ഐഡിയോളജിയുടെ പിന്നിലുള്ള വലിയ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി, ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ഇതിനെ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസിയും പല കാരണങ്ങളാൽ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇപ്പോഴേ ഈ ജെൻഡർ ഐഡിയോളജി വന്നപ്പോഴേ നമുക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഫ്രേസ് വന്നു. അപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു തീരെ കുഞ്ഞായിരിക്കുന്ന ഒരു ആൾ, ഇപ്പം ആൺകുട്ടികൾ അല്ലെ പെൺകുട്ടികൾ, അവർ ചിന്തിക്കുന്നു വേറെ രീതിയിൽ, അവരാണാണെങ്കിൽ പെണ്ണിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുന്നു, ഇതാണ്, ഇതിനെ നമുക്ക് പെണ്ണായിട്ട് വളർത്താം. അപ്പോൾ അതിന് പല പ്രോസസ്സുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് കൂടുതൽ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്നതോ അല്ലെ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്ത് തോന്നുന്നു അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അതിനെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് ജെൻഡർ ഐഡിയോളജിക്കാർ വിളിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ജെൻഡർ എക്സ്പ്രഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്ന ആ ജെൻഡർ ഐഡൻറ്റിറ്റി എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സംസാരത്തിൽ, എൻ്റെ ഡ്രസ്സിൽ, എൻ്റെ വേ ഓഫ് ലിവിങ്, ഇതിനെയെല്ലാമാണ് ഈ ജെൻഡർ എക്സ്പ്രഷൻ എന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ജെൻഡർ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി മാത്രമല്ല, ജെൻഡർ എക്സ്പ്രഷൻ, നമുക്ക് എങ്ങനെ വേണേലും ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമ്മൾ ചില ഫണ്ണി കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു സൈഡ് ആണുങ്ങളുടെ സ്റ്റൈലിലുള്ള ഡ്രസ്സ്, ഒരു സൈഡ് പെണ്ണുങ്ങളുടെ സ്റ്റൈലിലുള്ള ഡ്രസ്സ്, അത് ജെൻഡർ എക്സ്പ്രഷനാണ്. അപ്പോൾ അതൊരു തമാശന് കാണിച്ചിരിക്കുന്നതാണേലും വളരെ അർത്ഥമുണ്ട് അതിന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എങ്ങനെ വേണേലും നമുക്കത് ഹെയർ സ്റ്റൈലാകാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പിന്നെ ഏതെങ്കിലും അവയവങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുന്ന ആകാം. അതൊക്കെയാണ് ഈ പിന്നെ റീ അസൈൻമെൻറ്റ് സർജറി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ജെൻഡർ എക്സ്പ്രഷൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ ബയോളജിക്കൽ സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയില് ഫീമെയിൽ. അപ്പോൾ അവരും ഒന്നുകിൽ മെയിലായിരിക്കും ഫീമെയിലായിരിക്കും. അപ്പോൾ അവർ അതിനെ വിളിക്കുന്നത് ബയോളജിക്കൽ സെക്സ്, മാതാപിതാക്കളിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയത്. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ വേറൊരു കാറ്റഗറിയിലാണ് ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നുള്ളതിലാണ് നമ്മൾ ഈ സെയിം സെക്സ്, ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരേ സെക്സിലുള്ള രണ്ട് പേര് തമ്മിൽ അവർക്ക് ഭയങ്കര അട്രാക്ഷൻ, ഒരു ഓറിയൻറ്റേഷൻ ടുവേഴ്സ്, അതായത് നമുക്ക് സാധാരണ ഓപ്പോസിറ്റ് സെക്സിലേക്കാണ് ഓറിയൻറ്റേഷൻ, പക്ഷേ സെയിം സെക്സിലുള്ളേക്ക് ഓറിയൻറ്റേഷൻ. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ജെൻഡർ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബൈനറി കോൺസെപ്റ്റ്സ്, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ഉൽപ്പത്തി 1:27 അത് വളരെ വ്യക്തമായിട്ട് ഡിനേ ചെയ്യാനും ആ ഒരു കോൺസെപ്റ്റ്, ദൈവം മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചത് അതല്ല, ഇതാണ് ശരി എന്ന് സ്ഥാപിക്കാനുള്ള, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നേരെയുള്ള, ക്രിയേറ്ററായ ദൈവത്തിന് നേരെയുള്ള ഒരു അറ്റാക്കാണ് ജെൻഡർ ഐഡിയോളജി എന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ,
സോ സെക്ഷുവൽ ഓറിയന്റേഷൻ എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കാര്യം അറിയായിരുന്നു, പക്ഷെ അതിനെയാണ് നമ്മൾ ഈ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്ന് അപ്പോൾ എനിക്കറിയില്ല. ഈ ഹോമോസെക്ഷുവാലിറ്റി ടെൻഡൻസി ഉള്ളവരും ഈ കാറ്റഗറിയിൽ ഇപ്പോൾ വരികയാണ് അതിനകത്തിൽ. അപ്പം അല്ലാതെ നമ്മൾ എല്ലാവരെയും ഒറ്റയടിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. യെസ്, അത് നമ്മൾ ഇനിയും ഈ ട്രാൻസ്ജെൻഡർ, ഞാനിപ്പോൾ ടേംസ് ഒക്കെ കുറേ കൂടെ നിങ്ങൾക്ക് സെക്യുലർ കൾച്ചർ പറയുന്ന ഈ ജെൻഡർ ഐഡിയോളജിയുടെ പല ടേംസും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അത് നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ടാണ്. അത് കൂടുതൽ ഗഹനമായിട്ട് അതിലേക്കൊന്നും പോകണ്ട, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജെൻഡർ ഐഡിയോളജിയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ടേംസ്, ആ ടെർമിനോളജി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം മറ്റുള്ളവർ നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ടേംസ് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓൾ അറ്റ് എ സഡൻ ഒരു എലിയൻ ലാംഗ്വേജ് ആയിട്ടിരുന്നാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഒരു വ്യക്തത, ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടാകാൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നേരത്തെ LGBT ഗ്രൂപ്പ് LGBT സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഇത് ഇവോൾവ് ആയതാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും വർഷങ്ങൾ കഴിയും തോറും ഇതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇത് ഇവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഇതായിരിക്കുമോ ഫൈനൽ എന്ന് നമുക്ക് ഇനിയും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ LGBTIQA+, നമുക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ വായിക്കുന്നത് പോലെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ്, ക്യൂർ. അതുപോലെ തന്നെ ക്യൂർ എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റി അവരിനിയും ക്ലിയർ അല്ല എന്താണെന്നുള്ളത്. അത് ഫ്ലൂയിഡിറ്റി, അതായത് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ദേ ആർ നോട്ട് ഷുവർ വാട്ട് ദേ ആർ, അങ്ങനെയുള്ള കാറ്റഗറി എല്ലാം അവിടെ വരുന്നുണ്ട്. പിന്നെ അസെക്ഷൽ, അതിനുശേഷം ഒരു പ്ലസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ച് LGBTയെ കുറിച്ച് പറയുമ്പോൾ. നമ്മൾ പെട്ടെന്ന് LGBT എന്ന് പറയുമെങ്കിലും ശരിക്കും LGBTIQA+ ആണ്. സാർ, ഈ പ്ലസ് എന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് എന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഉള്ള എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. ഈ അസെക്ഷൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ജെൻഡർ സ്പെക്ട്രം ഇതിങ്ങനെ ന്യൂമറസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലുള്ള 8 ബില്യൺ അതിൽ കൂടുതൽ പോപ്പുലേഷനുണ്ട്, ഇല്ലേ? അപ്പം നമ്മൾ എല്ലാവരും അവരവർക്ക് തോന്നുന്നതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയറിറ്റിക്കലി ഈ ലോകത്തിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടോ 8 ബില്യൺ പ്ലസ് അത്രയും ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകണം. ഇതെങ്ങനെ അവർക്ക് ഇത്രയും നീളത്തിലിടാൻ പറ്റുമോ? അതുകൊണ്ട് ഈ പ്ലസിനകത്ത് എല്ലാ കാറ്റഗറിക്കാർ എന്ന് പറഞ്ഞാൽ ഓൾ അതേഴ്സ്, ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൂടാതെ വേറെ എന്തൊക്കെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടോ അത് മുഴുവനും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ്. അതാണ് ഇൻക്ലൂസീവ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പ്ലസ്. ഒരുപക്ഷെ ഇനി അവരതിൽ ഇവോൾവ് ചെയ്യണ്ട അല്ലേ? അതും ബുദ്ധിമുട്ടാണ്, അത് പറയാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇത്രയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ ബുദ്ധിമുട്ടല്ലേ. എന്ത് വന്നാലും ഒറ്റ ആ വാചകത്തിൽ ഇൻക്ലൂഡഡ് ആണല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇത് ജെൻഡർ ഐഡിയോളജി അല്ലെ ട്രാൻസ്ജെൻഡറിസത്തിൻ്റെ പിന്നിലുള്ള ഒരു പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ടേമാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും. ഇതൊരു മെഡിക്കൽ ടേമാണ്, ഒരു മെഡിക്കൽ ടേമാണ്, സൈക്കോളജിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേമാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളത്. പക്ഷേ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ജന്മന ആണാണ് അല്ലെ പെണ്ണായിട്ട് ബയോളജിക്കലി അങ്ങനെ ജനിച്ചെങ്കിലും അവർക്ക് തോന്നുന്നത് ഞാൻ അതല്ല വേറെ എന്തോ ആണ്. അതൊരു പക്ഷേ ഓപ്പോസിറ്റ് സെക്സ് ആകാം, അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റി ആകാം, എന്തും ആകാം, അല്ലെങ്കിൽ ഒന്നും അല്ലാതാകാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് ഉള്ള വ്യക്തികൾ ഉണ്ട്. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് കേസ് എന്നുള്ളതല്ല. അങ്ങനെയുള്ള ആളുകൾ നമുക്കറിയാമല്ലോ, കുറേ ഈ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിനെ ഈ ഒരു മാനസിക വിഷമം അവർക്കുണ്ടാകും. ചിലപ്പോൾ അവർ ഡിപ്രഷനിലേക്ക് പോയെന്നിരിക്കും. കാരണം അവർ തോന്നുന്നത് മൈ ഐഡൻറ്റിറ്റി
ഇതല്ല, എൻ്റെ ഐഡൻറ്റിറ്റി ഇതല്ല, ഐ എം ഇൻ എ റോങ് ബോഡി. അപ്പോൾ ഇതുമൂലം ഉണ്ടാകാവുന്ന എല്ലാ സൈക്കോളജിക്കൽ സംഘർഷങ്ങളെയും അല്ലെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്, ഡിപ്രഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനെയൊക്കെ കൂടെയാണ് ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് വിളിക്കുന്നത്. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അതൊരു സൈക്കോളജിക്കൽ അവസ്ഥയാണ് എന്നാണ്. അതും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അതിനും ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ തന്നെ വന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് 2013 അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഇതിനെ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ 2013 വരെ ഇതിനെ വേറെ രീതിയിലായിരുന്നു. അതായത് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ, DID. അതിനെ 2013 സൈക്കാട്രിക് അസോസിയേഷന് അവരിതിനെ ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ള പേര് കൊടുത്തു. അതുപോലെ തന്നെ അതിനെ വീണ്ടും ഈ സൈക്കാട്രിക് അസോസിയേഷൻ അതിനെ പരിഷ്കരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതൊരു മാനസികമായിട്ടുള്ളൊരു വൈകല്യമാണ് എന്ന് തന്നെയാണ് ഈ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഇന്നും അവരതിനെ കാണുന്നത്. വിച്ച് മീൻസ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. യെസ്, ഇത് ഇപ്പം സൈക്കാട്രിക് അസോസിയേഷൻ അതാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ ഇത് എൻ്റയർലി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അമേരിക്കയുടെ മെഡിക്കൽ പോലീസായ CDC, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിങ് ആൻഡ് പ്രിവെൻഷൻ, ഇവരെല്ലാം ഇതിനെ ആ രീതിയിൽ അംഗീകരിക്കുന്നില്ല. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ജെൻഡർ ഡിസ്ഫോറിയ അതിൽ തന്നെ ഇപ്പം കത്തോലിക്ക സഭയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട്. നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെ അവർ തെറ്റായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ അവരെ പഴിചാരി അവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഇപ്പം പോപ്പ് ഫ്രാൻസിസും എല്ലാ പിതാക്കന്മാരും അതാണ് പറയുന്നത്, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അവരുടെ ആശയങ്ങളെ അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ ചിന്താഗതികളെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ ആ അവസ്ഥയെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് അവരൊരു രോഗാവസ്ഥയിലാണ് അല്ലേ? പക്ഷെ അത് രോഗമെന്ന് അവർ പറയുന്നില്ല. സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്നു ഇതൊരു മാനസികമായിട്ടുള്ള ഒരു വൈകല്യമാണ്, ഒരു അസ്വസ്ഥതയാണ്. കാരണം ഇതിൽ ഞാൻ പല അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നാച്ചുറലി പല കുഞ്ഞുങ്ങളും അവർ വളർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് 3 വയസ്സ് 4 വയസ്സ് ഇങ്ങനെയുള്ള പ്രായത്തിൽ അവർക്ക് ആണാണ്, ബയോളജിക്കലി ആണാണ് അല്ലെ പെണ്ണാണ്, ബയോളജിക്കലി ആണെങ്കിലും ഒരു കുഞ്ഞിനത് വ്യക്തമായിട്ട് അറിയത്തില്ല. ഞാൻ പ്രായമാവുമ്പോൾ ഞാൻ ഒരു പുരുഷനായിട്ട് പോകും അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് പോകും. ഇത് നമ്മുടെ പീഡിയാട്രീഷ്യനും സൈക്കോളജിസ്റ്റും വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ആ കുഞ്ഞിനുള്ള ചിന്താഗതി എന്ന് പറയുന്നത് അവൻ എന്തോ തോന്നുന്നു. അപ്പോൾ പേരൻസ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇത് അമേരിക്കൻ പീഡിയാട്രീഷ്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ പറയുന്നതാണ്. അവർ പറയുന്നത് ഒരു പക്ഷേ മാതാപിതാക്കൾ വളരെയധികം ആഗ്രഹിച്ചൊരു പെൺകുഞ്ഞിനെ കിട്ടാനായിട്ട്, അപ്പോൾ ഇവർ വളരെയധികം ആഗ്രഹിച്ച്, നമ്മുടെ കൾച്ചറിലൊക്കെ അങ്ങനെയുള്ളതാണ്, അപ്പം പെൺകുഞ്ഞിന് പകരം ആൺകുഞ്ഞാണ് വന്നത്. പക്ഷേ ഇവരുടെ ആ ആഗ്രഹങ്ങളും ഇവരുടെ ആ ഒരു തോന്നലുകളും എല്ലാം പിന്നെ ഈ കുഞ്ഞിലേക്കാണ് ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൺകുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിച്ചു പെൺകുഞ്ഞാണേലും അല്ലെ പെൺകുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിച്ചു ആൺകുഞ്ഞാണേലും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ എന്താണ് അവരുടെ മനസ്സിലുള്ളത്? അപ്പം ആൺകുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരൻറ്റിന് പെൺകുട്ടികളെ കിട്ടുമ്പം അപ്പോൾ അവർ പേര് തന്നെ മോനെ എടാ, മോനെ എടാ. സി ദ വേ ദേ ആർ എക്സ്പ്രസിങ് ലവ്. അതുപോലെ തന്നെ ചിലർ ഡ്രസ്സ്, ഇപ്പോൾ ഈ ജെൻഡർ ഡിസ്ഫോറിയാൽ അല്ലെ ട്രാൻസ്ജെൻഡറിസത്തിൽ ഇവൻ കൂടുതൽ സെക്സ് ചേഞ്ച് സർജറിയൊക്കെ ചെയ്ത് ഡീട്രാൻസിഷൻ ചെയ്ത പലരും അവരുടെ എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ മുത്തശ്ശി ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ ആണായിട്ടുള്ള ഒരാൾ പറയാണ്, എന്നെ പെൺകുട്ടികളുടെ ഫ്രോക്ക് ഇടിപ്പിച്ചു, എൻ്റെ തല പെൺകുട്ടികളെ പോലെ കെട്ടിവെച്ചു,
ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ടോയ്സിന് പകരം പെൺകുട്ടികളുടെ ടോയ്സ് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ ജെൻഡർ ഐഡിയോളജിയിൽ പറയുന്നത് ഒരു സോഷ്യൽ ട്രാൻസിഷൻ്റെ ഭാഗമാണിത്. നമ്മുടെ അപ്ബ്രിങ്ങിങ് ഇതിനെ വളരെ അത് അപ്പോൾ ഈ കുഞ്ഞിനെ ഇപ്പോൾ സൈക്കാട്രിസ്റ്റ് പറയുന്ന ഈ കുഞ്ഞിന് 3 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു കുഞ്ഞിനെ ഒരിക്കലും അതിന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു ആണായിട്ട് വളരും എന്നുള്ളത് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അതിൻ്റെ ബ്രെയിൻ ഇനിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മലയാളികൾക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആണ്, കാരണം സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണായിട്ടിരിക്കുന്ന വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ ആണാണേൽ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു സ്നേഹവും കിട്ടുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പോയേക്കാം. അപ്പം നാച്ചുറലി ഒരു സൈക്കോളജിക്കൽ പുഷ് ആ കുട്ടിക്ക് കിട്ടുകയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ജെനസിസ് ആണ്, ഇത് 100% ഇതാണ് അതിൻ്റെ റീസൺ എന്ന് നമ്മൾ ആരും പറയുന്നില്ല. സൈക്കോളജിക്കൽ ഒരു റീസൺ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും ഒരു കാരണമുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ കുട്ടി ചിന്തിക്കും, ഐ ആം മോർ ലവബിൾ ഓർ മോർ ലവ്ഡ് ഇൻ ദിസ് വേ. ഞാനിപ്പോൾ ആണാണേലും പെണ്ണായിട്ട് എനിക്ക് അപ്പോൾ എന്ത് ചെയ്യും, ആ കുട്ടി പലതും അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ സിബ്ലിങ്സ് പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ പല ആക്ഷൻസ് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ വേ ഓഫ് സ്റ്റൈൽ, സംസാരിക്കുന്നത്, ചെയ്യുന്നതൊക്കെ അവർ നോക്കി പഠിക്കും, എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നത്. ഇതൊരു പ്യുവർ സൈക്കോളജിക്കൽ ഒരു റീസണാണ്. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദി റീസൺസ് ആകാം നമ്മുടെ കൂട്ടി ചേർക്കാൻ പറ്റുന്ന. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴേ വന്നൊരു ആശയം ഉണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെ ഒരു എനിക്ക് ഓപ്പോസിറ്റ് സെക്സിലേക്ക് പോകണം തോന്നുന്നതേ, നമുക്ക് ഇവിടെ ഒരു സെക്സുകാർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉള്ളതുപോലെ ഇപ്പുറത്തെ സെക്സിൽ നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, അതുണ്ടാവും. അത് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ അടുത്ത് പറയുമ്പോൾ കുറച്ചൊരു പുരുഷ ഡോമിനൻസ് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പുരുഷൻ എന്ന രീതിയിൽ മാറാനും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഭാരം വഹിക്കണം എന്നുള്ള രീതിയിൽ പുരുഷന്മാരുടെ ഫാമിലിയിൽ നിന്ന് പ്രഷറൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്കും തിരിയാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ അതുണ്ട്. അപ്പോൾ ഈ രീതിയിലും സംഭവിക്കാം കേട്ടോ. ഞാൻ ആയിരിക്കുന്ന ഐഡൻറ്റിറ്റിയിൽ ഐ ആം നോട്ട് ലവബിൾ ഓർ ഐ ആം നോട്ട് സേഫ്. അതുപോലെ തന്നെ വേറൊരു കാരണം ഇവരെ ഈ പീഡിയാട്രീഷ്യൻസും സൈക്കോളജിസ്റ്റും പറയുന്നത്, ഇപ്പം ചെറുപ്രായത്തിൽ ഒരു പെൺകുട്ടി അവൾ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് ഇന്നസെൻ്റ് ഏജിൽ അവർക്ക് തന്നെ അറിയത്തില്ല അത് സെക്ഷലി അബ്യൂസ്ഡ് ആണോ അല്ലയോ എന്ന് കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ അത് ഒരു പക്ഷേ റിലേറ്റീവ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്നാകാം. എങ്ങനെയാണേലും അത് കുറേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ ഒരു പ്യൂബർട്ടി ഏജൊക്കെ വരും, അതിന് മനസ്സിലാക്കാനുള്ള പ്രായം വരുമ്പോഴത്തേക്കിന് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഐഡൻറ്റിറ്റി, അവൾ പെണ്ണായിരിക്കുന്നത് അവളുടെ ലൈഫ് സേഫ് അല്ല എന്ന് തന്നെ അവൾ ചിന്തിക്കും. കാരണം അങ്ങനെ പലരുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ പലരും ഷെയർ ചെയ്യുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചെറുപ്പത്തിലെ അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ, സെക്ഷലി പ്രത്യേകിച്ച് അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ, അവർ ചിന്തിക്കും ഞാൻ പെണ്ണായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, ഇനി എന്നെ ആളുകൾ അബ്യൂസ് ചെയ്യും, ഇനിയും എനിക്കത് പ്രതിരോധിക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഇന്നത്തെ ലോകമെല്ലാം അങ്ങനെയാണ്. ആ രീതിയിൽ അവൾ പറയും ഓക്കെ ഐ വാണ്ട് ടു ബി എ ബോയ്. ആണുങ്ങളെ പോലെ ഡ്രസ്സ് ഇടാനും, ആണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യാനും, ആണുങ്ങളെ പോലെ ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ ആകാനും ഗ്രാജുവലി ദേ പിക്കപ്പ്. അപ്പോൾ അതും നമ്മൾ പല റീസൺസ് ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാകാം ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രഷർ ഇവർക്ക് കിട്ടാനുള്ളതിൻ്റെ കോസ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ഇങ്ങനെ നമ്മുടെ ഇടയിൽ ഈ മാനസികമായി പിരിമുറുക്കമുള്ള ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ, അല്ലെ ടീനേജേഴ്സ്, അല്ലെങ്കിൽ യൂത്ത് ഒക്കെ ഉണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തു തന്നെ ആയാലും വളരെ ശക്തമായിട്ട് സഭ അതിനെക്കുറിച്ച് പറയുന്നത് അത് അതിൽ തന്നെ തെറ്റല്ല. ഇപ്പം അങ്ങനെ ഒരു ചിന്ത വന്നു ആർക്കെങ്കിലും എങ്കിൽ അത് ഒരിക്കലും അതൊരു വലിയ പാപമാണ്, തെറ്റാന്നുള്ള ചിന്തയിലേക്കല്ല നമ്മൾ പോകേണ്ടത്.
അതിൽ തന്നെ തെറ്റല്ല. അങ്ങനെ അവർക്ക് വരുന്നതിൻ്റെ പല കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത് എന്താണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കൾപ്പബിലിറ്റി, അതിൻ്റെ മൊറാലിറ്റി, അല്ലെ അത് തെറ്റോ ശരിയോ എന്നുള്ളത് പിന്നെ സഭ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടത് സപ്പോർട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു രീതിയിൽ അല്ലെ വേറെ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ കേൾക്കാനും അവർക്ക് വേണ്ടതായ ഗൈഡൻസ് കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് അതിന് വേണ്ടത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനൊരു വ്യക്തി കാണിക്കുമ്പോൾ, അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, സ്കൂളിൽ ഈ തരത്തിൽ എന്തെങ്കിലും 4 വയസ്സ് 5 വയസ്സ് അല്ലെ 6 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടെൻഡൻസി വരുമ്പോൾ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരുടനെ പറയും നിനക്ക് ജെൻഡർ ഡിസ്ഫോറിയ ആണ്. അപ്പോൾ ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ തുടർന്ന് കാണും. WHO അതിനെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മാനസിക രോഗമല്ല, ഇതൊരു ഫിസിക്കൽ പ്രോബ്ലമാണ്. അതായത് ജെൻഡർ സംബന്ധമായ ഒരു ഹെൽത്ത് ഇഷ്യൂ ആണിത്. അപ്പം നമ്മൾ ആ മാനസികമായിട്ടുള്ള ആ പ്രഷറിൽ നിന്ന് ഇത് നിൻ്റെ ശരീരത്തിൻ്റെ യു ആർ ഇൻ എ റോങ് ബോഡി, അതാണ് ഇതിൻ്റെ കാരണം എന്ന് WHO അതുപോലെ CDCയും ഒക്കെ ഇന്ന് അതിനെ റീഡിഫൈൻ ചെയ്തു. അതുകൊണ്ടാണ് ജെൻഡർ ഐഡിയോളജി നമ്മൾ ഈ കഴിഞ്ഞ ഒരു 7-8 വർഷം കൊണ്ട് അതിൻ്റെ പീക്കിലേക്ക് അങ്ങ് പോകുന്നത്. അവർക്കെല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മറ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് സപ്പോർട്ടും ഫിനാൻഷ്യലായിട്ടും ഒക്കെ ഇവർക്ക് കിട്ടി ഇതിനെ അങ്ങ് ഫ്ലറിഷ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗോൾ ഒന്ന് തന്നെയാണ്. എന്താണ്? ബ്രേക്ക് ദ ബൈനറി, ദൈവത്തെ നിഷേധിക്കുക. അതായത് ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ദൈവം ക്രിയേറ്റർ ആണെന്നുള്ള ആ ഒരു ആസ്പെക്റ്റ് നിഷേധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജെൻഡർ ഡിസ്ഫോറിയ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2013 ഇതിനെ ജെൻഡർ ഡിസ്ഫോറിയ, ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിലും നമ്മുടെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഇതിനെ ഒരു മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ്, അതിന് വേണ്ടത് അവർക്ക് ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ ഇപ്പോഴും കാണുന്നത്. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ആശയം അവർ തള്ളിക്കളഞ്ഞു. അതൊരിക്കലും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ല, അതൊരു ഫിസിക്കൽ ഇഷ്യൂ ആണ്. അതാണ് അവർ പറയുന്നത്. ഇതൊരു ഫിസിക്കൽ ഇഷ്യൂ, നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ഫിസിക്കലി ആണ് വേണ്ടത്, നോട്ട് മെൻ്റലി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജെൻഡർ ഡിസ്ഫോറിയ ഉള്ളവർക്ക് നമ്മൾ പരസ്യമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും കൗൺസിലിങ്ങോ കാര്യങ്ങളോ വേണമെന്ന് ചോദിച്ചാൽ തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് ഞങ്ങളുടെ സൈക്കോളജിക്കൽ പ്രശ്നമല്ല, ഞങ്ങളുടെ ഫിസിക്കൽ പ്രോബ്ലമാണ്, വി ആർ ബോൺ ഇൻ എ റോങ് ബോഡി. ഇത് എല്ലാ സൈക്കോളജിസ്റ്റും അല്ലെ എല്ലാ അസോസിയേഷനിലെ ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യത്തില്ല എങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ ഇത് വളരെയധികം ഇത് പ്രചരിപ്പിക്കുന്ന അതിൻ്റെ പിന്നിൽ അവർക്ക് ഒത്തിരി ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഡോക്ടേഴ്സ് അവർ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല. അപ്പോൾ ഒത്തിരി ജെൻഡർ ക്ലിനിക്സുകൾ അങ്ങനെയാണ് അമേരിക്കയിലും ലോകം മുഴുവനും നമുക്കുണ്ടായത്. ഈ ജെൻഡർ ഡിസ്ഫോറിയയെ ട്രീറ്റ് ചെയ്യാനുള്ളതല്ല, ഇതൊരു ഫിസിക്കൽ പ്രോബ്ലമാണ്. അത് മനസ്സിലാക്കി ട്രാൻസിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഈ ജെൻഡർ ക്ലിനിക്കുകളൊക്കെ നമ്മൾ പിന്നീട് അത് കാണും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളൊക്കെ അതിൻ്റെ ഉദ്ദേശമായിട്ട് വെച്ചത്. നമ്മുടെ സമയം തീരുകയാണ്. അപ്പോൾ എനിക്കറിയാം നമ്മൾ ജെൻഡർ ടെർമിനോളജിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഒരു ടേം മാത്രമേ അല്ലെങ്കിൽ 1-2 ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തത്. ആ 2 ടേംസ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ബാക്കി ടെർമിനോളജീസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. തീർച്ചയായിട്ടും അതെ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് റിയയുടെ പ്രാർത്ഥനയോടുകൂടി സ്നേഹനാഥനായ ഈശോയെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞ ഓരോ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ,
ഞങ്ങളുടെ മനസ്സുകളെല്ലാം തുറന്ന് ഇന്നിവിടെ പഠിച്ച കാര്യങ്ങൾ അത് നല്ലൊരു ബോധ്യമായി മാറുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതോടൊപ്പം ഇപ്പം പറഞ്ഞതുപോലെ ജെൻഡർ ഡിസ്ഫോറിയ അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. നല്ല തമ്പുരാനെ, അങ്ങയുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാനും ആ സ്നേഹത്തിൽ അവരെ ചേർത്ത് നിർത്തുവാനും അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലൂടെ ആകട്ടെ, തിരുസഭയിലെ ഓരോ അംഗങ്ങളിലൂടെ ആകട്ടെ, ഈശോനാഥ അവരെ ആ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും വളരെ പ്രത്യേകമായിട്ട് ജെൻഡർ ഡിസ്ഫോറിയയിലൂടെ കടന്നു പോകുന്ന ഓരോ സഹോദരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ മാതാവിൻ്റെ നീല കാപ്പയുടെ ഉള്ളിൽ പൊതിഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആമേൻ. താങ്ക് യു. നമ്മൾ ഇന്ന് കണ്ടത് ജെൻഡർ ഡിസ്ഫോറിയ എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. സാറ് നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞതും അതൊരു രോഗാവസ്ഥയാണ് എന്ന് തന്നെയാണ്. കത്തോലിക്ക സഭ നമ്മളോട് പറയുന്നത് അങ്ങനെ രോഗാവസ്ഥയിലുള്ള ആളുകളെ നാം ചേർത്ത് നിർത്തി അതിൽ നിന്നും പുറത്തു വരാൻ നമ്മളാലാകും വിധം അവരെ സഹായിക്കണം എന്നതാണ്. ഈ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. വരുന്ന എപ്പിസോഡിൽ കൂടുതൽ പദപ്രയോഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞങ്ങളെത്തും. എനിക്കറിയാം, പഠനം മുൻപോട്ട് പോകും തോറും നമ്മുടെ സംശയങ്ങളും കൂടിക്കൊണ്ടിരിക്കും. സോ സംശയങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഇമെയിൽ അഡ്രസ് info@tobforlife.org.